ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു നോട്ടിഫിക്കേഷനെ പറ്റിയിട്ട് പറയാനാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിലെ തന്നെ എക്സാമിനേഷനാണ് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നടത്തുന്ന എക്സാംസുകൾ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഡിഫൻസ് അക്കാഡമിയിലൊക്കെ കയറാൻ പറ്റുന്ന ഒരു കുട്ടികൾക്കുള്ള ചാൻസ് ആണ് ഇതെന്ന് പറയുന്നത് UPSCയുടെ തന്നെ NDA എക്സാമിനേഷനും അതുപോലെ തന്നെ CDS എക്സാമിനേഷനും. അപ്പോൾ ഇതിലേക്കുള്ള എൻട്രി ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള UPSC NDA ഫസ്റ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കീഴിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് കയറാൻ പറ്റുന്ന നിങ്ങളുടെ ചാൻസിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ NDA ഫസ്റ്റ്, കാരണം ആനുവലി രണ്ട് തവണയാണ് ഇത് വിളിക്കാറുള്ളത്. നമ്മുടെ NDA ആയാലും ഈ CDS ആയാലും വിളിക്കാറുള്ളത് UPSCയുടെ കീഴിൽ. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടുള്ള എക്സാമിനേഷനെ പറ്റിയിട്ട് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എന്താ ചെയ്യുക, ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ഡീറ്റെയിൽസ് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഹാസ് റിലീസ് ദ NDA 1/2025 നോട്ടിഫിക്കേഷൻ. അതായത് രണ്ട് തവണ വിളിക്കുന്നതുകൊണ്ടാണ് NDA ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 2025-26 ടൈമിലേക്കുള്ള റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പം 11 ഡിസംബർ 2024 നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുള്ളത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ഫോർ NDA 1 എക്സാം 2025. Around 406 vacancies are available. 406 vacancies ആണുള്ളത്. 406 vacancies available ആണ്. ആർമി, നേവി, എയർഫോഴ്സ്, വിങ്സ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമി, NDAയുടെ തന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ കീഴിൽ വരുന്ന എയർഫോഴ്സ്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോഴ്സുകൾ, നേവൽ ഫോഴ്സ്, എയർഫോഴ്സ്, മിലിറ്ററി ഫോഴ്സ്, ഇതിലേക്കൊക്കെയുള്ള എൻട്രി ആണ് നമുക്ക് വരുന്നത്. ആർമി, നേവി, എയർഫോഴ്സ് ഇത് വഴിയാണ്, നാഷണൽ ഡിഫൻസ് അക്കാഡമി വഴിയാണ് ഇതിലേക്കുള്ള ഓഫീസർ പോസ്റ്റിലേക്കുള്ള എൻട്രി നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് നാഷണൽ ഡിഫൻസ് അക്കാഡമി, ഇന്ത്യൻ നേവൽ അക്കാഡമി ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ കണ്ടക്റ്റഡ് ട്വൈസ് എ ഇയർ ആണ്. അപ്പോൾ എന്നാണ് നമുക്ക് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ NDA 2025 എന്ന് പറയുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി, നേവൽ അക്കാഡമി എക്സാമിനേഷനുമായിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുക, കമ്പൈൻ ചെയ്താണ് നടത്തുന്നത്. അപ്പോൾ വാക്കൻസി വന്നിട്ടുള്ളത് 406 വാക്കൻസിയാണ്. നിങ്ങളുടെ ഡേറ്റ് എന്ന് പറയുന്നത് 11 to 31 ഡിസംബർ ആണ് കേട്ടോ. 31 ഡിസംബർ വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. 11 to 31 ഡിസംബർ ഉണ്ട്. ഇത് തന്നെയാണ് ഏതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ CDSന്റെ ഡേറ്റും വരുന്നത് കേട്ടോ. 17 to 31 ഡിസംബർ വരെയാണ് അതിൻ്റെയും ഡേറ്റ് വരുന്നത്. സെയിം സമയത്ത് തന്നെ രണ്ട് എക്സാമിനേഷൻ, ഈവൻ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ രണ്ടിനും ഒരുമിച്ച് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വളരെ ആപ്ലിക്കേഷൻ ഫീ ഒരുപാടല്ല, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാം പാറ്റേൺ എങ്ങനെയെന്ന് മനസ്സിലാക്കാനാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ആണ്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് അൺമാരീഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാജുവേഷൻ എൻട്രി ആണ്. ശരിക്കും പറഞ്ഞാൽ CDS എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഡിഗ്രി കോഴ്സ് അവിടെ ചെന്നാണ് എടുക്കുക. +2 ആണെന്ന്, CDS എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഡിഗ്രി എന്ത് ചെയ്യുക, ഓൾറെഡി ഓവർ ആയവർക്കായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ NDA എന്ന് പറയുന്നത് എന്താണ്, +2 ക്വാളിഫിക്കേഷൻ ആണ്. +2 പഠിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രെയിനിങ് ഫേസിൽ തന്നെ ഇവർക്ക് 3 വർഷത്തിൻ്റെ ഡിഗ്രി ആര് പ്രൊവൈഡ് ചെയ്യും, ഈ പറയുന്ന ഡിഫൻസ് അക്കാഡമി തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. NDAയിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് ഡിഗ്രി എടുക്കാനുള്ള ഒരു ചാൻസ് ആണ് കിട്ടുന്നത്. അത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ 4 വർഷത്തിൻ്റെ ട്രെയിനിങ്ങിൽ 3 വർഷം എന്തായിരിക്കും, നിങ്ങളുടെ ഈ പറയുന്ന ഡിഗ്രി കംപ്ലീഷൻ ആയിരിക്കും നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അൺമാരീഡ് ആയിട്ടുള്ള ബോയ്സ് ആൻഡ് ഗേൾസിനെയാണ് അവരെന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. റിട്ടൺ ടെസ്റ്റും അതുപോലെ തന്നെ SSBയുടെ 5 days ഇൻ്റർവ്യൂ ആണ് ഇതിൽ വരുന്നത്. റിട്ടൺ ടെസ്റ്റും SSB ഇൻ്റർവ്യൂ ആണ് വരുന്നത്. ലെവൽ ഓഫ് എക്സാം എന്ന് പറയുന്നത് നാഷണൽ ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് മനസ്സിലാക്കിക്കോളുക, www.upsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, UPSCയുടെ ഏതൊരു എക്സാമിനേഷൻ നടക്കുന്നെങ്കിലും കേരളയിൽ വരുന്ന സെന്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കൊച്ചിയാണ്, രണ്ടാമത്തത് കോഴിക്കോടാണ്, അത് കഴിഞ്ഞ് തിരുവനന്തപുരം. ഇത്രയും 3 സെന്റേഴ്സ് മാക്സിമം നമ്മുടെ എന്ത് ചെയ്യും, കേരളയിൽ അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. റിട്ടൺ എക്സാമിനേഷൻ നടക്കുന്ന സെന്റേഴ്സ്, അതായത് റിട്ടൺ എക്സാമിനേഷൻ ആയതുകൊണ്ട് നമുക്ക് സെന്റേഴ്സ് വേണമല്ലോ. ഒന്ന് ട്രിവാൻഡ്രം, കോഴിക്കോട്, കൊച്ചി, ഈവൻ ചെന്നൈ ഉണ്ട്, തിരുച്ചിറപ്പള്ളി, അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ കേരളയിൽ ഈ 3 സ്ഥലത്താണ് ഉള്ളതെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കോളുക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. NDAയുടെ വാക്കൻസി 2025 വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി 208 വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ. 208 വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. ആർമിയിലേക്കുള്ള എൻട്രി ആണെങ്കിൽ 208, നേവിയിലേക്കുള്ള എൻട്രി ആണെങ്കിൽ 42, എയർഫോഴ്സിലേക്കാണെങ്കിൽ 92 വാക്കൻസീസും വിളിച്ചിട്ടുണ്ട് കേട്ടോ. 92 വാക്കൻസീസും വിളിച്ചിട്ടുണ്ട്.
ഓക്കെ, ഗ്രൗണ്ട് ഡ്യൂട്ടീസ് എയർഫോഴ്സിലേക്കാണെങ്കിൽ ഫ്ലൈയിങ് ഉണ്ട്, ഗ്രൗണ്ട് ഡ്യൂട്ടി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് ഡ്യൂട്ടീസ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കും ഉണ്ട്. ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കും നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കും വിളിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പൊതുവേ ഓവറോൾ വാക്കൻസിയിൽ വളരെ എന്തായിരിക്കും, കുറവായിരിക്കും. 10% അത്രയൊക്കെ എന്ത് ചെയ്തിട്ടുള്ളവർ എന്ത് ചെയ്തോളൂ, അവൈലബിൾ ആക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആർമി, നേവി, എയർഫോഴ്സിലേക്ക് ടോട്ടൽ റിക്രൂട്ട്മെന്റ് 360 നാഷണൽ ഡിഫൻസ് അക്കാഡമി വഴി നടത്തുന്നത്. അത് കഴിഞ്ഞ് നേവൽ അക്കാഡമി വരെ 10+2 കേഡറ്റ് എൻട്രി സ്കീം വഴി 36 വാക്കൻസീസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 എണ്ണം എന്താണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയാണ്. എന്തായാലും നാഷണൽ ഡിഫൻസ് അക്കാഡമിയാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതിൽ ആർമിക്ക് വേണ്ടി 208ഉം 10 വാക്കൻസീസ് ഫീമെയിൽസിന് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 42 വേക്കൻസി നേവിയിലും, അതിൽ 6 വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ളതും. എയർഫോഴ്സിലാണെങ്കിൽ ഫ്ലൈയിങ്, ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 92, 18, 10 എന്നുള്ള രീതിയിലാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടലി 406 വാക്കൻസീസ് ആണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. 406 വാക്കൻസീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കുക, നോട്ടിഫിക്കേഷൻ റിലീസ് ആയ ടൈം ഒന്ന് മനസ്സിലാക്കുക. 11 ഡിസംബറിന് റിലീസ് ആയതാണ് കേട്ടോ. ഇതിന്റെ ഒപ്പം തന്നെ CDSും റിലീസായി. ഇനി അടുത്ത് നിങ്ങൾക്ക് എന്നാണ് ആപ്ലിക്കേഷൻ ബിഗിൻ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 ഡിസംബർ 2024 ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 31 ഡിസംബറിനാണ് കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് 31 ഡിസംബറിനാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. പേയ്മെന്റ് എന്ന് പറയുന്നത് 31 ഡിസംബർ 2024 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. ഇനി അടുത്ത അഡ്മിറ്റ് കാർഡ് എന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിലാണ് കേട്ടോ. നിങ്ങളുടെ എക്സാം, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ടൈം ഉണ്ട്. അതുകൊണ്ട് സിലബസ് കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കമ്മീഷണൽ പോസ്റ്റ് പോലെയുള്ള അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഇതിന്റെ കരിയർ ഗ്രോത്ത് എന്താണ്, അത്യാവശ്യം നല്ലതാണ്, സാലറി നല്ലതാണ്. അപ്പം നല്ലൊരു ഓഫീസർ റാങ്കിങ്ങിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് കേട്ടോ. അത് കൃത്യമായി മനസ്സിലാക്കുക. അഡ്മിറ്റ് കാർഡ് വരുന്നത് ഏപ്രിൽ 2025-നും എക്സാം നടക്കുന്നത് കണ്ടോ 13 ഏപ്രിൽ. ആ ഒരു റേഞ്ച് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ടൈം ഉണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കി അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇനി റിട്ടേൺ റിസൾട്ട് വരുന്നത് എന്നാണ്, മെയിൽ വരെയും ചെയ്യും. റിട്ടേണിൻ്റെ റിസൾട്ട് മെയിൽ വരെയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു ടൈം ആകുമ്പോൾ SSB ഇൻ്റർവ്യൂവും കണ്ടക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ പ്രോസസ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നടക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് ഫോർ ദ ആർമി വിങ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നാണ് ചോദിക്കുന്നത്. ആർമിയിലേക്കാണെങ്കിൽ എന്താണ്, മസ്റ്റ് ഹാവ് പാസ്ഡ് 12th ഗ്രേഡ്. നിങ്ങൾ 12ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഇക്വലന്റ് ഫ്രം എ റിക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ ഡിഗ്രി എന്താണ് യൂണിവേഴ്സിറ്റി. നിങ്ങൾ 12th പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 12ാം ക്ലാസ് പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാന്നാണ് പറയുന്നത്. അതേസമയം എയർഫോഴ്സ്, നേവൽ വിങ്, അതുപോലെ തന്നെ 10+2 കേഡറ്റ് എൻട്രി സ്കീം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് 12th ഗ്രേഡ്. എല്ലാത്തിനും രണ്ടിനും, അതായത് നമ്മുടെ ഈ NDA എന്ന് പറയുന്നത് എന്തിനാണ്, +2 ക്വാളിഫിക്കേഷൻ വെച്ചാണ് കയറുന്നത്. അപ്പോൾ +2ലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിസിക്സും മാത്സും പഠിച്ചവർക്ക് മാത്രമേ എയർഫോഴ്സ്, നേവൽ, അതുപോലെ തന്നെ +2, 10 കേഡറ്റ് എൻട്രി സ്കീം വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലാതെ ആർമിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, നോർമൽ ആയിട്ടുള്ള നമ്മുടെ +2 ഏത് കൊമേഴ്സ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതേസമയം എയർഫോഴ്സ്, നേവൽ 10+2 എൻട്രി സ്കീം വഴി എന്താണ് ഇന്ത്യൻ നേവൽ അക്കാഡമി കയറണമെങ്കിൽ നിങ്ങൾക്ക് 12ാം ക്ലാസ് നിങ്ങൾ ഏത് പഠിച്ചിരിക്കണം, ഫിസിക്സും മാത്സും ഉൾപ്പെടെയുള്ളതിൽ പഠിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കുക. കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഇൻ ദ 12th ഗ്രേഡ് ആർ ഓൾസോ എലിജിബിൾ. അതായത് 12ാം ക്ലാസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളും ഓക്കെ ആണ്. നിങ്ങളിപ്പോൾ എക്സാം അടുത്ത മാർച്ചിലാണ് നടക്കാൻ പോകുന്നതെങ്കിൽ അതും എന്താണ്, ഓക്കെ ആണ്, നിങ്ങൾക്കും അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 12th ഗ്രേഡ് ആണ്. എയർഫോഴ്സ് ആണെങ്കിൽ 12th വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ആണ്. അതാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 16.5 to 19.5 ഇയേഴ്സ് വരെയാണ്. കുഞ്ഞു കുട്ടികളെയാണ് എടുക്കുന്നത്. അൺമാരീഡ് ആയിട്ടുള്ള 16 തൊട്ട് 19 വയസ്സുള്ള. കാരണം നിങ്ങൾക്ക് അവിടെ വെച്ചിട്ടാണ്, അതായത് എവരിഡേ ഡയറക്റ്റ് സെലക്ഷൻ, നിങ്ങൾ റിട്ടേൺ ഇതൊക്കെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി നിങ്ങൾ പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അവർ തന്നെ എന്ത് ചെയ്യും, ഡിഗ്രി നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കും. നിങ്ങളെ കംപ്ലീറ്റ്ലി ഒരു ഓഫീസറിലായിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓഫീസർ റാങ്കിങ്ങിലേക്ക് വാർത്തെടുക്കാനുള്ള എല്ലാ രീതികളും അവരെന്ത് ചെയ്യും, അവിടെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് തന്നെയായിരിക്കും പോകുന്നത് കേട്ടോ. അവർ തന്നെ റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ജൂലൈ 2006-നും 1 ജൂലൈ 2009-നും ഇടയ്ക്കുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. നാഷണാലിറ്റി അൺമാരീഡ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഇനി ഫിസിക്കലിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കേട്ടോ. റണ്ണിങ് ഉണ്ട് 2.4 കിലോമീറ്റർ 15 മിനിറ്റിൽ ഓടിയാൽ മതി. 15 മിനിറ്റിൽ 2.4 കിലോമീറ്റർ ആണ് ഓടാനുള്ളത്. പിന്നെ പുഷപ്പ് ഉണ്ട്, സിറ്റപ്പ് ഉണ്ട്, ചിന്നപ്സ് ഉണ്ട്, റോപ്പ് ക്ലൈമ്പിങ്, ഇതുപോലത്തെ കുറച്ച് സ്റ്റാൻഡേർഡ്സും കൂടെ മീറ്റ് ചെയ്യണം. അത്യാവശ്യം നിങ്ങൾ ഫിസിക്കലി ഓക്കെ ആണെന്ന് തെളിയിക്കുന്ന
കുറച്ച് സ്റ്റാൻഡേർഡ്സും കൂടെ അവരെന്ത് ചെയ്യുക അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. അപ്പം അത്രയാണ് അന്ന് എന്ത് വരുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത NDAയുടെ ആപ്ലിക്കേഷൻ ഫീസ് ഒന്ന് നോക്കുക. ജനറലിന് 100 രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 100 rupees ആണ് ജനറൽ EWS OBC കാറ്റഗറിക്ക് പറഞ്ഞിരിക്കുന്നത്. അതേസമയം SC ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ എന്താണ് 0 ആണ്, എക്സംപ്റ്റഡ് ആണ്. അവർ എന്ത് ചെയ്തിട്ടില്ല, ഉൾപ്പെടുത്തിയിട്ടില്ല, ഫീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജനറൽ EWS OBC കാറ്റഗറിക്ക് ആണെങ്കിൽ 100 രൂപയാണ്. ഇനി അടുത്ത റിട്ടേൺ എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ നോക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നിങ്ങളുടെ എക്സാമിനേഷൻ വരുന്നത്. ഓഫ്ലൈൻ മോഡാണ്. ഓഫ്ലൈൻ മോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെൻറ്ററിൽ പോയിട്ട് റിട്ടേൺ ആയിട്ടാണ് എക്സാമിനേഷൻ ചെയ്യേണ്ടത്. OMR ഷീറ്റിലായിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. നിങ്ങളുടെ ഹിന്ദിയും ഇംഗ്ലീഷും ലാംഗ്വേജിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് മെയിനായിട്ട് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻസ് എന്ന് പറയുന്നത് 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് മാത്തമെറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ഡിവിഷനിങ്ങും അത് കഴിഞ്ഞ് ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഡിവിഷനിങ്ങും. ജനറൽ എബിലിറ്റിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും അതുപോലെ GK ഒക്കെ ആയിരിക്കും വരുന്നത്. മാത്സ് സെപ്പറേറ്റ് ആയിട്ടും പിന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റുമാണ്. ടോട്ടൽ 900 മാർക്കിനാണ് വരുന്നത്. 900 എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ മാർക്ക് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറാണ് ഓരോ പേപ്പറിനും കിട്ടുന്നത്. മാത്സിനും ജനറൽ എബിലിറ്റിക്കും 2.5 മണിക്കൂർ വീതം. അത് കഴിഞ്ഞ് SSBയുടെ ഇൻ്റർവ്യൂ, ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഇൻ്റർവ്യൂ 5 ദിവസമാണ്. 5 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യും, 5 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടാസ്ക് തന്നിട്ടായിരിക്കും ആ 5 ദിവസം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ സെലക്ഷൻ പ്രൊസീജിയറിലും നിങ്ങൾക്ക് ഇത്ര മാർക്ക് വീതം അവരെന്ത് ചെയ്യും, ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് ക്വാളിഫൈ ആവണം. സ്റ്റേജ് 1 കണ്ടോ, ഓഫീസർ ഇൻ്റലിജൻസ് റാങ്കിങ് ടെസ്റ്റ് ആയിട്ടുള്ള പിക്ചർ പെർസെപ്ഷൻ, ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളും. രണ്ടാമത്തെ ടെസ്റ്റിൽ എന്താണ്, ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ടെസ്റ്റിംഗ്, സൈക്കോളജി ടെസ്റ്റുകൾ, അങ്ങനത്തെ കുറേ കാര്യം. അതിന് എത്രയാണ്, 900 മാർക്സ് തന്നെയാണ് അതിനും വരുന്നത്. അപ്പോൾ ഇത്രയും മിനിമം ഇത്ര മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്ക് നിങ്ങൾ അത് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. അതിൻ്റെ കൃത്യമായ സബ്ജക്ട്സ് കൃത്യമായി മനസ്സിലാക്കിക്കോളുക. 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മാത്സും ജനറൽ എബിലിറ്റി ടെസ്റ്റും തിരിച്ചിട്ടുണ്ട്. മാത്സിൽ 2.5 മണിക്കൂർ കൊണ്ട് 120 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. 2.5 മാർക്സ് ആണ് അവിടെ നിങ്ങൾക്ക് എന്ത് വരുന്നത്, മാർക്കിങ് പോസിറ്റീവ് മാർക്സ് വരുന്നത് കറക്റ്റ് ആൻസറിന് 300 മാർക്കാണ് വരുന്നത്. ജനറൽ എബിലിറ്റി ടെസ്റ്റും 2.5 മണിക്കൂറാണ്. 150 ക്വസ്റ്റ്യൻസ് 600 മാർക്കിനാണ് വരുന്നത്. 600 മാർക്കിന്. അത് കഴിഞ്ഞ് SSBയുടെ ഇൻ്റർവ്യൂ 5 ദിവസം കണ്ടക്ട് ചെയ്യണതിന് 900 മാർക്ക് വരെയാണോ വരുന്നത്. ഓക്കെ, അങ്ങനെ വരും. അങ്ങനെ 1800 മാർക്കാണ് ടോട്ടലി വരുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന 2.5 മാർക്സ് ആണ് ഇതിന് വരുന്നതെങ്കിൽ അടുത്തതിന് എത്രയാണ്, ആ ഒരു രീതിയിൽ തന്നെയാണ് കണ്ടക്ട് ചെയ്ത് പോകുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 1/3 ആ ഒരു രീതിയിലൊക്കെ അവർ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. അപ്പോൾ എന്തായാലും പഠിക്കേണ്ടത് മാത്സും ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന NDA GAT ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2 കാറ്റഗറിയിലാണ്. അത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്ഷൻ ഇംഗ്ലീഷും, അത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എത്രയാണ്, 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സെക്കൻഡ് സെക്ഷനിൽ ജനറൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ GK ആണ് കേട്ടോ, GK. അതിൽ നിന്ന് 100 ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് ടോട്ടൽ 150 ക്വസ്റ്റ്യൻ വരുന്നത്. ഇംഗ്ലീഷും അതുപോലെ തന്നെ ഏതാണ്, GK ആണ് വരുന്നത്. അപ്പോൾ അതങ്ങനെയാണ് പഠിച്ച് പോവേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് വൈകിപ്പിക്കാതെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആർമിയിലാണെങ്കിൽ നമ്മൾ പറയുന്ന പോസ്റ്റിംഗ്, അതായത് ഇതിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർമിയിൽ ലെഫ്റ്റനൻറ്റ് പദവിയാണ്, നേവിയിലാണെങ്കിൽ സബ് ലെഫ്റ്റനൻറ്റ് പദവിയും, എയർഫോഴ്സിലാണെങ്കിൽ ഫ്ലൈയിങ് ഓഫീസർ എന്നായിരിക്കും അറിയപ്പെടുന്നത്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് പോകുന്നത്. 3 വർഷം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ട്രെയിനിങ്ങും കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും, ഈ പോസ്റ്റിലേക്കാണ് നിങ്ങളെ റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ബേസിക് പേ എന്ന് പറയുന്നത് 56,000 രൂപയാണെങ്കിലും 1 lakh അടുപ്പിച്ച് നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഓരോ രീതിയിലുള്ള അലവൻസ് ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഇത് ചെയ്തിട്ടുണ്ട്. ഡിയർനെസ് ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്, മിലിറ്ററി സർവീസ് പേ ഉണ്ട്, ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റി പോലെയുള്ള പല കാര്യങ്ങളുണ്ട്. കാരണം ലെവൽ 10-ലാണ് നിങ്ങളുടെ സാലറി പാക്കേജ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു നിസ്സാര കാര്യമായിട്ട് കാണാതെ തന്നെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു കാര്യമാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ചാൻസ് ആണ്. പിന്നെ എന്താണ്, ഇപ്പോൾ CDS നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും CDS എക്സാം എങ്ങനെ ആയിരിക്കും എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CDS അല്ല സോറി NDA എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പോലും ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് കയറി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിട്ടൺ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ NDAയുടെ തന്നെ സെക്കൻഡ് എക്സാമിനേഷൻ വരുമ്പോൾ അതിൽ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാനും പറ്റും. അപ്പോൾ തയ്യാറാണെങ്കിൽ, നന്നായിട്ട് പഠിക്കാൻ റെഡിയാണ്, ഇങ്ങനെ ഒരു ഓഫീസർ റാങ്കിങ് പോസ്റ്റാണ്, കുറച്ചൊന്നാണ് സ്റ്റാൻഡേർഡ് പോസ്റ്റാണ്, അതിലേക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് അപ്പോൾ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. www.upsc.gov.in കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. ഇതിൻ്റെ എങ്ങനെയാണ് അതിൽ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കും കേട്ടോ.
അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ PDF നമ്മൾ ഷെയർ ചെയ്തിരിക്കാം കമൻറ്റ് സെക്ഷനിൽ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ അതിൽ കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്ലൈ ചെയ്യാനുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്